ഹലോ, എൻ്റെ പേര് ലിൻഡോ. എൻ്റെ പാർട്ട്ണർ മിസ്റ്റർ ഡേവിസ്. അപ്പം ഞങ്ങൾ ഇന്ന് വെക്കുന്നത് കപ്സ കോഴി. വളരെ എളുപ്പത്തിൽ വയ്ക്കാവുന്ന ഒരു സംഭവമാണ്. എന്തായാലും ആ സൈഡിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിലാകെ 2.5 കിലോ കോഴി, പിന്നെ അതെന്തോ ഇത് മാഗി ക്യൂബ്, പിന്നെ തക്കാളി ഒരു 3 തക്കാളി ഉണ്ട്, പിന്നെ ഒരു 3 സവോളയുണ്ട്, പിന്നെ ഒരു 2 നാരങ്ങ, ഒരു നാരങ്ങ സോറി, പിന്നെ ഉള്ളത് പച്ചമുളക് ഒരു 10 എണ്ണം. അപ്പൊ നമ്മളിതില് കുറച്ച് പച്ചമുളകും ഇഞ്ചി, പച്ചമുളക്, വേപ്പിന്റെ ഇല എന്നീ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളിപ്പോ കുറച്ച് എണ്ണയിലേക്ക് വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വേറെ നേരത്തെ ഇവിടെ വെച്ചേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കശുവണ്ടി പരിപ്പ്, കിസ്മിസ്, അപ്പോൾ തന്നെ സവോള ഒന്ന് ഇത് ചെയ്ത് ഫ്രൈ ചെയ്ത് ഒരു നല്ല പാകത്തിനായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേവിസ് ഏട്ടൻ തന്നെ ചെയ്യുന്നത് നല്ലത്. ഇതിൽ വേറെ ഇതൊന്നുമില്ല, നമുക്ക് ആകെ ഇത്തിരി മുളക് പൊടി മാത്രമാണ് ചേർക്കണുള്ളൂ. വേറെ മസാലകള് സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ തക്കാളി ഇടുന്നു, അപ്പോൾ മാഗി ക്യൂബും അതിന്റെ ഒപ്പം തന്നെ ഇട്ടാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റുന്ന തോന്നുന്നു അല്ലേ ചേട്ടാ? വേറെ 1/2 മണിക്കൂർ മാത്രമേ ഇത് വേണ്ടൂ. മല്ലിയില എനിക്ക് ഇഷ്ടമല്ല, അതിന്റെ പേരില് എന്തായാലും ലേശം മല്ലിയില ഇടാം. മല്ലിയില നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞാൽ നല്ലത്. ടേസ്റ്റ് ഇട്ടോ നേരത്തെ വന്ന് ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് തക്കാളി പേസ്റ്റ്.
ഒരെണ്ണം മതി എനിക്ക്. തക്കാളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് തീ ഒന്ന് കുറയ്ക്കണത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ അത് അടി പെട്ടെന്ന് പിടിക്കും. ഇതൊരു 2.5 കിലോളം വരുന്ന ഒരു കോഴീനെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കണ. തക്കാളി പേസ്റ്റും കൂടി ചെന്ന് കഴിഞ്ഞിട്ട് നന്നായിട്ട് ആ സാധനം നല്ല കട്ടിയും വെച്ചു അതിൻ്റെ പോലെ കുറവുറാന്നായിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിലേക്ക് നമ്മുടെ ആ കോഴിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക എന്നുള്ളൊരു പരിപാടിയാണ്. കാരണം ആ തക്കാളി പേസ്റ്റിലും ആ ഇതെല്ലാം പിടിക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ആദ്യം കോഴിയുടെ ആയിരിക്കും ഇടാം. ഒരു ചെറിയൊരു വേവ് വരാൻ പാടുള്ളൂ അല്ലേ? ഒന്ന് ചെറുതായിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിൽ വയ്ക്കാം. നമ്മളിവിടെ സാധാരണ നമ്മളെന്താ പറയുക, നമ്മുടെ വീട്ടിലൊന്നല്ല, അപ്പോൾ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഉള്ളത് വെച്ചാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അടുത്ത പരിപാടി എന്ന് പറയുകയാണെങ്കിൽ അരി കഴുകിയെടുക്കുക എന്നുള്ള പരിപാടിയിലേക്ക് കിടക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ വെച്ചേക്കുന്ന കപ്പ് ഒരു കപ്പ്, രണ്ടാമത്തെ കപ്പ്, മൂന്നാമത്തെ കപ്പ്.